നമസ്കാരം. ഇപ്പോൾ എല്ലാ ആൾക്കാരിലും ഹൃദയാഘാത സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അപകട സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം രോഗം നേരത്തെ കണ്ടെത്തുക എന്നതാണ്. ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് ഏറെ പ്രധാനമാണ്. നെഞ്ചിലെ അസ്വസ്ഥത, ശ്വാസതടസ്സം, തലകറക്കം, ക്ഷീണം, കൈകൾ, കഴുത്ത്, താടിയെല്ല് എന്നിവിടങ്ങളിലെ വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. സ്ത്രീകളിൽ ദഹനക്കേട് അല്ലെങ്കിൽ കടുത്ത ക്ഷീണം പോലുള്ള ലക്ഷണങ്ങളും കാണപ്പെടാം. നെഞ്ചിലെ സമ്മർദ്ദം, ഭാരം ഉള്ളതുപോലെ തോന്നുക, ഇതൊക്കെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ അസിഡിറ്റിയോ ദഹനക്കേടോ ആയി തെറ്റിദ്ധരിക്കപ്പെടാം. ഇത്തരം അസ്വസ്ഥതകൾ സ്ഥിരമായോ അസാധാരണമായോ കാണപ്പെട്ടാൽ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. നെഞ്ചുവേദന ഇല്ലെങ്കിൽ പോലും ശ്വാസതടസ്സം ഹൃദ്രോഗത്തിൻ്റെ ആദ്യ ലക്ഷണമാവാം. ഉയർന്ന BP ഉള്ളവർക്ക് ഹൃദയാഘാതത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും സാധ്യത കൂടുതലാണ്. ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് ധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുന്നു. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കൊളസ്ട്രോൾ പരിശോധിക്കുന്നത് നല്ലതാണ്. എത്ര വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് കാര്യക്ഷമമല്ല എന്നതിൻ്റെ സൂചനയാകാം. പ്രമേഹ രോഗികൾക്കും ഹൃദയരോഗ സാധ്യത വളരെ കൂടുതലാണ്. അമിതമായ ശരീരഭാരം ഹൃദയത്തിന് ആയാസം വരുത്തും. ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയ്ക്ക് കാരണമാക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.